ഹലോ ഗൈസ്, അപ്പോൾ നാളെയാണ് നമ്മുടെ വാർഡ് തല ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. എൻ്റെ വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് പപ്പയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. പോരാത്തതിന് ജയം തോൽവി എന്നതിനെക്കാട്ടും കൂടുതൽ നമുക്കിതിലൊരു പങ്കാളിയാവാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ LDF തന്നെ ഇഷ്ടംപോലെ ആൾക്കാരിൽ എൻ്റെ പപ്പയെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പപ്പയ്ക്ക് നിൽക്കാനൊരു ഭാഗ്യം കിട്ടുക, നമ്മുടെ വാർഡിൽ തന്നെ, സ്വന്തം വാർഡിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗം. ഇത് ഞാൻ പഠിച്ച അംഗനവാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു വാർഡാണ് ഈ ഒരു ഭാഗം മൊത്തം വരുന്നത്. അതുപോലെ എന്താ പറയുക, കുറേ കട്ടൗട്ടും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഫുൾ വീടിൻ്റെ ഫ്രണ്ടിലായാലും ശരി, ചുറ്റുള്ള ഭാഗങ്ങളിലായാലും ശരി, ഞങ്ങൾക്ക് പരിചയമുള്ള ഭാഗങ്ങളായാലും ശരി, ഇങ്ങനെ മതിലും എഴുതിയിട്ടായാലൊക്കെ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. വളരെ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ നമുക്കിത് കിട്ടിയത്. പല സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ തീരെ കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സാഹചര്യത്തിൽ കൂടി പോലും നമുക്കിങ്ങനൊരു സ്ഥാനം, ഇങ്ങനെ ഒരു നിൽക്കാൻ പറ്റിയതിൽ തന്നെ ആദ്യം ദൈവത്തിനോട് തന്നെ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടും, നാളെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ ഞങ്ങളുടെ വക ഒരു താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു ആദ്യം തന്നെ. പിന്നെ ഇത് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം മൊത്തം ഈ സ്കൂളിലായിരുന്നു. അപ്പോൾ ഇതൊരു നമുക്കൊരു മ്യൂറേഷൻ ഫോമിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ പുതിയ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു വന്ന ടൈമിൽ എടുത്തതാണ്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് പോസ്റ്റ് കഴിക്കുന്നു, പക്ഷേ ഓരോരോ തിരക്ക് കാരണം ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ അധികം റിനോവേഷൻസ് സ്കൂളിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. സെൻറ് തെരേസ് കോൺവെൻറ്റ് ഹൈസ്കൂളാണ്. അപ്പോൾ ഞാനൊരു 5th മുതൽ 7th വരെ ഇവിടെയായിരുന്നു. എൻ്റെ അനിയത്തിമാരാണെങ്കിൽ LKG തൊട്ട് +2 വരെയ്ക്ക് ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അപ്പോഴേക്ക് വേറെ സ്കൂൾ അങ്ങനെ പോയി. ഓരോരോ എക്സാം എഴുതുക, വേറെ സ്കോളർഷിപ്പിൽ വേറെ സ്കൂളിൽ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ടെക്നിക് സ്കൂളിലൊക്കെ ആയിരുന്നു എൻ്റെ 8ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഇതുവരെ ക്ലാസ് റൂമുകൾ കുറേയൊക്കെ റിനോവേഷൻസ് ആയിട്ടോ, എന്നാലും കുറേ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കേട്ടോ. ഏഷ്യൻ്റെ ഫ്രൂട്ടും കോഡും കാര്യങ്ങളൊക്കെ പഴയ അതുപോലെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും പപ്പയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകും. താങ്ക് യു.